ഞങ്ങളുടെ സ്ഥലത്ത് ഇവിടെ ഒരു കിർമസ് എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ സിറ്റിയിൽ. കിർമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ബീച്ച് ഫെസ്റ്റിവലൊക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു ചെറിയ പരിപാടിയാണ്. സോ യു ക്യാൻ സീ ദിസ്. നല്ല പ്രകൃതി രമണീയമായ സമയത്ത് ഒരു ജൈൻറ്റ് വീൽ കണ്ടുന്ന് കറങ്ങണത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ഇതാണ് ഇവിടുത്തെ ജൈൻറ്റ് വീല്. ഇതൊരു വലിയൊരു സിറ്റി തന്നെയല്ല, ഒരു ചെറിയൊരു സിറ്റിയിൽ ഇവരിങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടും. ആൻഡ് ഇവിടെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. ആ കാണുന്നത് മറ്റേ എന്താ പറയുക, കുറേ പരിപാടികളുണ്ട് ആക്ച്വലി. ഐ വിൽ ഷോ യു ബിറ്റ് ക്ലോസർ. സോ ഈ കാറില്ലേ, ഇതുപോലത്തെ കാർ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് ഒരു ഭയങ്കര ചാട്ടം കിടന്ന സാധനം അതൊക്കെ ഇവിടെ ഉണ്ട്. ഇങ്ങനെ ഇതേ ഗുണപ്പെട്ട ഇപ്പുറത്തോടെ. പിന്നെ ഇവിടെ കുറേ ആൾക്കാർ ഇതേ കറങ്ങണം. ഇവിടെയുള്ള എല്ലാ ആൾക്കാരും കറങ്ങിയോണ്ടാണ് നമുക്ക് നടക്കണേ. ഇവിടെ വണ്ടി ഇടിച്ച് കയറ്റാതിരിക്കാനായിട്ട് ചെറിയൊരു വണ്ടി തന്നെ എൻട്രൻസിൻ്റെ അവിടെ ഇട്ടിട്ടുണ്ട്. സോ ഈ കാണുന്നതാണ് ഇവിടുത്തെ ജൈൻറ്റ് വീല്. പറ്റിച്ചു, ഇതാണ് ഇവിടുത്തെ ജൈൻറ്റ് വീൽ മാൻ. ആൻഡ് ഇവിടെ കുറേ ടൈപ്പ് ഓഫ് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെന്താ, ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഫുൾ ഫെസ്റ്റിവൽ വൈബാണ്. മെയിൻലി ഇവിടെ ഫുഡ് ബിയർ അടിക്കും. പിന്നെ അതിനനുസരിച്ചിട്ട് പോംസും കാര്യങ്ങളൊക്കെ കഴിച്ച് നടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരാണ്. ഇവിടുത്തെ ദേശീയ ഭക്ഷണമായ പോമസ്, ബ്രാത്ത്വൂസ്റ്റ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെന്താ പറയുക, അതിനായിട്ട് ക്യൂ തന്നെ ഉണ്ട് കേട്ടോ. സോ സച്ച് അടിപൊളി സ്ഥലം. ഓൾസോ അത്യാവശ്യത്തിന് ആൾക്കാരുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ കോട്ടയ്ക്ക് ഇട്ടിട്ടുള്ള പരിപാടികൾ. അപ്പോൾ ഇത് നമ്മുടെ അയൽവാസിയാണ്. അത്യാവശ്യത്തിന് തിരക്കുണ്ട്. ഇവിടെ ഒരു റേസിംഗ് കാർ തന്നെ ഉണ്ട്. പിന്നെ കുറെ ബൊമ്മ കുട്ടികളെ കിട്ടുന്ന ഗെയിമൊക്കെ ഇല്ലേ, ഒരു ബൊമ്മ കുട്ടിയായിട്ട് വേറൊരു കുട്ടി പോണു. പിന്നെ ഇവിടുത്തെ ഭക്ഷണം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഉരുളങ്കിഴങ്ങിൻ്റെ ഉള്ള ചീസിട്ടുള്ള സാധനമാണിത്. പിന്നെ ഇവിടെ ഗെയിംസ് കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് നമ്മൾ പെരുന്നാൾക്ക് പോയ പോലത്തെ ഒരു വൈബല്ലേ. പിന്നെ ഒരു ഐസിൻ്റെ കട. ഇവിടെ ആൾക്കാർ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇവിടെ ഫുള്ള് സ്മോക്കും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ മറ്റേ കാറ് പരിപാടികൾ. പിന്നെ ഇവിടെയുള്ള ചെറിയൊരു പാലം കടന്നു കഴിഞ്ഞാൽ അപ്പുറത്തെ ഭാഗത്തേക്ക് എത്താം. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിനേക്കാൾ കൂടുതൽ ആൾക്കാരും വണ്ടികളും ലേക്ക് സൈഡിലുള്ള വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ്, കഫേ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, നല്ലൊരു വൈബാണ് ആക്ച്വലി. എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു. സോ ഞാൻ അധികം ആൾക്കാരുടെ മുമ്പിലൊന്നും നിന്നില്ല. നേരെ ഭക്ഷണം കഴിക്കാനായിട്ട് വീട്ടിലേക്ക് പോവാണ്. ഞാൻ ആക്ച്വലി ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് തിരിച്ച് പോവാണ്.